തമിഴ്നാട് രാഷ്ട്രീയം എന്നും വികാരങ്ങളുടെയും സിനിമയുടെയും ഭരണതന്ത്രങ്ങളുടെയും ഒരു സങ്കരഭൂമിയാണ്. എംജിആറിനും കരുണാനിധിക്കും ജയലളിതയ്ക്കും ശേഷം തമിഴ് മക്കൾ ആരെ തങ്ങളുടെ തലവനായി സ്വീകരിക്കുമെന്ന ചോദ്യത്തിന് ദളപതി വിജയ് എന്ന ഉത്തരം ലഭിച്ചിരിക്കുകയാണിപ്പോൾ. എന്നാൽ വെറും ഒരു സിനിമാ താരത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം എന്നതിനപ്പുറം കൃത്യമായി രാഷ്ട്രീയ സഖ്യങ്ങളും കണക്കുകൂട്ടലുകളും വിജയെ ഭരണത്തലവനാക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു. ഈ അധികാര കൈമാറ്റത്തിൽ CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി നടത്തിയ ഇടപെടലുകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ അത്യപൂർവമായ ഒരു നീക്കമായി വിലയിരുത്തപ്പെടുന്നു. തമിഴക വെട്രി കഴകം രൂപീകരിച്ചപ്പോൾ വിജയ് നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി കേവല ഭൂരിപക്ഷം എന്ന മാന്ത്രിക സംഖ്യയായിരുന്നു. നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ ആവശ്യമായി 118 MLA-മാരുടെ പിന്തുണ ഉറപ്പാക്കാൻ വിജയ്ക്ക് ആദ്യഘട്ടത്തിൽ സാധിച്ചില്ല. സ്വന്തം പാർട്ടിയായി TVKയ്ക്ക് 107 MLA-മാരുടെ പിന്തുണ ഉണ്ടായിരുന്നിട്ടും കേവല ഭൂരിപക്ഷത്തിന് 11 പേരുടെ കുറവുണ്ടായിരുന്നു. സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള DMK ഭരണത്തെ അട്ടിമറിക്കാൻ ഈ സഖ്യം അപര്യാപ്തമായിരുന്നു. ഈ ഘട്ടത്തിലാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു മൂന്നാം ബദൽ എന്ന ലക്ഷ്യത്തോടെ MA ബേബി രംഗത്തിറങ്ങുന്നത്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങൾ MA ബേബി സ്റ്റാലിനുമായി അടുത്ത ബന്ധം പുലർത്തുമ്പോഴും തമിഴ്നാട്ടിൽ ഒരു ഭരണമാറ്റം അനിവാര്യമാണെന്ന് തിരിച്ചറിഞ്ഞു. DMKയുടെ അപ്രമാദിത്യം അവസാനിപ്പിക്കാനും ജനകീയമായി വിജയിനെ ഭരണത്തിൽ എത്തിക്കാനും ബേബി ചില തന്ത്രപരമായ നീക്കങ്ങൾ നടത്തി. സ്റ്റാലിന്റെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് വഴങ്ങാതെ ഇടതുപക്ഷ പാർട്ടികളെയും VCK പോലുള്ള ദളിത് പ്രസ്ഥാനങ്ങളെയും വിജയ് ക്യാമ്പിലേക്ക് അടുപ്പിക്കാൻ ബേബി മുൻകൈയെടുത്തു. CPM ദേശീയ നേതൃത്വത്തെ ഈ നീക്കത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതിലും അദ്ദേഹം വിജയിച്ചു. തമിഴ്നാട്ടിലെ ജനവികാരം വിജയ്ക്കൊപ്പമാണെന്നും ഇടതുപക്ഷം ജനപക്ഷത്ത് നിൽക്കണമെന്നുമുള്ള ബേബിയുടെ നിലപാട് സഖ്യകക്ഷികളെ ചിന്തിപ്പിച്ചു. ഭരണമാറ്റത്തിൽ ഏറ്റവും നിർണായകമായത് തോൽ തിരുമളവന്റെ നേതൃത്വത്തിലുള്ള VCKയുടെ നിലപാടായിരുന്നു. DMK സഖ്യത്തിൽ ഉറച്ചു നിന്നിരുന്ന VCKയെ വിജയ്ക്കൊപ്പം എത്തിക്കുകയും എന്നത് ദുഷ്കരമായ ദൗത്യമാണ്. സ്റ്റാലിൻ നേരിട്ട് അദ്ദേഹത്തെ കണ്ട് അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും MA ബേബിയുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകൾ VCKയെ മാറ്റി ചിന്തിപ്പിച്ചു. TVKയുടെ 107 പേർക്ക് പുറമെ കോൺഗ്രസിലെ 5 പേരും CPM CPI പാർട്ടികളുടെ 2 വീതം അംഗങ്ങളും നേരത്തെ പിന്തുണ നൽകിയിരുന്നു. VCKയുടെ 2 MLA-മാർ കൂടി പിന്തുണ അറിയിച്ചതോടെ വിജയുടെ പക്ഷത്തെ അംഗസംഖ്യ 118 കടന്ന് സുരക്ഷിതമായി. ഇത് ഗവർണർക്ക് മുന്നിൽ വിജയ്ക്ക് ഭരണം ഉറപ്പിക്കാൻ കരുത്തേകി. വിജയ് മുഖ്യമന്ത്രിയാകുന്നത് തടയാൻ എടപ്പാടി പളനിസ്വാമിയെ മുൻനിർത്തി TTV ദിനകരനും BJP നേതൃത്വം ചില നീക്കങ്ങൾ നടത്തിയിരുന്നു. മാന്നാർകുടി MLA കാമരാജിന്റെ പിന്തുണ TVKയ്ക്ക് ഇല്ലെന്നും വിജയ് നൽകിയത് വ്യാജമാണെന്നും ദിനകരൻ ആരോപിച്ചു. എന്നാൽ കൃത്യമായ സമയത്ത് കാമരാജ് പിന്തുണ കത്തെഴുതുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് TVK ഈ ആരോപണങ്ങളെ തകർത്തു. ഇതിനു പിന്നിൽ കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്നു. വിജയ് സർക്കാരിന് മുസ്ലിം ലീഗ് നൽകിയ പിന്തുണ മതനിരപേക്ഷമായ ഒരു സഖ്യം രൂപീകരിക്കുന്നതിൽ നിർണായകമായി. 120ഓളം MLA-മാരുടെ ഭൂരിപക്ഷത്തോടെ വിജയ് അധികാരമേൽക്കുമ്പോൾ അത് വെറും ഒരു ഭരണമാറ്റമല്ല, മറിച്ച് ദളിത് ന്യൂനപക്ഷ ഇടതുപക്ഷ ഏകോപനത്തിന്റെ പുതിയൊരു മാതൃക കൂടിയാണ്. ഈ വിപുലമായ സഖ്യം രൂപീകരിക്കുന്നതിൽ MA ബേബി ചെലുത്തിയ സ്വാധീനം വരുംകാല രാഷ്ട്രീയ ചരിത്രത്തിൽ രേഖപ്പെടുത്തും. സിനിമയിലെ തിളക്കം ഭരണത്തിൽ പ്രതിഫലിപ്പിക്കുക എന്നത് വിജയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. സ്റ്റാലിനെ പോലെ പരിചയസമ്പന്നനായ ഒരു നേതാവിനെ ഭരണത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ വിജയ് ബാധ്യസ്ഥനാണ്. MA ബേബിയെ പോലുള്ള മുതിർന്ന നേതാക്കളുടെ ഉപദേശങ്ങൾ ഭരണപരമായ കാര്യങ്ങളിൽ വിജയ്ക്ക് വലിയ സഹായമാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. അഴിമതിരഹിത ഭരണം, സാധാരണക്കാരന്റെ പ്രശ്നങ്ങളിൽ നേരിട്ടുള്ള ഇടപെടൽ, ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ മൂല്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനം എന്നിവയ്ക്കായിരിക്കും വിജയ് സർക്കാരിന്റെ മുഖമുദ്ര. VCKയും ഇടതുപക്ഷം ഉൾപ്പെടുന്ന സഖ്യകക്ഷി സർക്കാരിനെ സമവായത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് വിജയുടെ നേതൃത്വ പാടവത്തിന്റെ പരീക്ഷണമാകും. തമിഴ്നാട്ടിലെ ഈ മാറ്റം ദേശീയ രാഷ്ട്രീയത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. കോൺഗ്രസും ഇടതുപക്ഷവും DMK വിട്ട് വിജയ്ക്കൊപ്പം ചേർന്നത് വരാനിരിക്കുന്ന പൊതു തിരഞ്ഞെടുപ്പുകളിൽ പുതിയ സഖ്യസാധ്യതകളിലേക്കും വിരൽ ചൂണ്ടുന്നു. സ്റ്റാലിന്റെ കുത്തക തകർക്കാൻ ബേബി നടത്തിയ നീക്കം CPM ദേശീയ തലത്തിൽ നടത്തുന്ന തന്ത്രപരമായ മാറ്റങ്ങളുടെ ഭാഗമായും വിലയിരുത്താം. തമിഴ്നാട് പുതിയൊരു സൂര്യോദയത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. ദളപതി വിജയ് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുമ്പോൾ അത് തമിഴ് മക്കളുടെ ആഗ്രഹങ്ങളുടെയും MA ബേബിയുടെ രാഷ്ട്രീയ ദീർഘവീക്ഷണത്തിന്റെയും വിജയമാണ്. ചീഫ് സെക്രട്ടറി M സായ്കുമാർ ഗവർണറുമായി നടത്തിയ കൂടിക്കാഴ്ച പൂർത്തിയായതോടെ നാളെ രാവിലെ തമിഴ് മണ്ണ് പുതിയൊരു ചരിത്രത്തിന് സാക്ഷ്യം വഹിക്കും. സ്റ്റാലിന്റെ പതനവും വിജയുടെ ഉദയവും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും വലിയ അട്ടിമറികളിലൊന്നായി ചരിത്രം രേഖപ്പെടുത്തും.